നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകൾക്ക് നിരവധി പദ്ധതികളുണ്ട്. അതിനൊക്കെയായി പൈക്കള വാങ്ങുവാൻ സംസ്ഥാനത്തിന് പുറത്തേക്കാണ് കർഷകർ പോവുക. എന്നാൽ പുറത്തുനിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന പൈക്കൾക്ക് ധാരാളം അസുഖങ്ങൾ, അങ്ങനെ വലിയ ധനനഷ്ടമുണ്ടാകുന്നു. ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാനായി കിടാരി പാർക്ക് എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കൊല്ലത്തെ കടയ്ക്കൽ ചാണപ്പാറയിലാണ് ആദ്യത്തെ കിടാരി പാർക്ക്. അമ്പത്തിമൂന്നോളം കിടാരികളെ വളർത്തുന്ന നസീലയുടെ കാമധേനു കിടാരി പാർക്കിൻ്റെ വിശേഷങ്ങൾ, ഒപ്പം സംസ്ഥാന സർക്കാർ ക്ഷീരകർഷകർക്കായി നടപ്പിലാക്കുന്ന ഡയറി നെക്സ്റ്റ് പദ്ധതിയുടെ വിശേഷങ്ങൾ കാണാം. ഹരിതം സുന്ദരം. വേനലാകുമ്പോഴേക്കും വറ്റിപ്പോകുന്ന പാൽക്കുടങ്ങളാണ് കേരളത്തിൻ്റേത്. 14 ലക്ഷത്തോളം വരും പശുക്കൾ, 12 ലക്ഷത്തോളം വരും കർഷകർ. പകലന്തിയോളം വരുന്ന അവരുടെ ആത്മാർത്ഥമായ അധ്വാനമാണ് കേരളത്തിലെ ക്ഷീരസ്വപര്യയെ നിലനിർത്തുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാ കാലത്തും ക്ഷീരമേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. വേനലാകുമ്പോഴേക്കും വറ്റിപ്പോകുന്ന കറവയും കുറഞ്ഞുവരുന്ന മേച്ചിൽപ്പുറങ്ങളും പണിക്കാരുടെ അഭാവവും കൂടിവരുന്ന കാലിത്തീറ്റ വിലയുമൊക്കെ ഈ മേഖലയിലെ പ്രതിസന്ധികളാണ്. അതിനെയൊക്കെ തരണം ചെയ്യുവാൻ കാലാകാലങ്ങളിൽ ഗവൺമെന്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, കേരള ഫീഡ്സ്, മിൽമ എന്നീ സ്ഥാപനങ്ങളാണ് കൂട്ടായി പ്രവർത്തിച്ച് മൃഗസംരക്ഷണ മേഖലയെ പിടിച്ചു നിർത്തുന്നത്. പ്രതിദിനം 78 ലക്ഷം ലിറ്ററോളം പാൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 5 മുതൽ 8 ലക്ഷവും വരുന്നത് അന്യ സംസ്ഥാനത്ത് നിന്നാണ്. അതായത് സംസ്ഥാനത്തിന്റെ പാൽ സ്വയം പര്യാപ്തതയ്ക്ക് ഇനി അധിക ദൂരമില്ല. കാലോചിതവും സമയബന്ധിതവുമായ പദ്ധതികൾ ഈ രംഗത്ത് വേണം എന്ന നിർബന്ധം സർക്കാരിനുണ്ട്. ഭാവനാപൂർണമായ ആസൂത്രണം ഈ രംഗത്ത് നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് പോകാം. ഇത് കടയ്ക്കൽ എന്ന ഗ്രാമം. അവിടെ ചാണപ്പാറ എന്ന ഉൾനാട് ഇന്ന് കേരളമാകെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നസീല ബീവി എന്ന കർഷകയുണ്ട്. നസീല ബീവിയുടെ ആൽഫിയ മാൻസിൽ ഇന്ന് കേരളമാകെ ശ്രദ്ധിക്കുന്ന ഒരു ഹീഫർ പാർക്കാണ്. ഹീഫർ പാർക്ക് എന്നാൽ കിടാരികളെ പാർപ്പിക്കുന്ന ഇടം. 6 മാസം മുതൽ 18 മാസം വരെയുള്ള വളർച്ചയിൽ പൈക്കിടാങ്ങൾ കിടാരികൾ എന്നാണ് അറിയപ്പെടുക. ഇനി എന്തിനാണ് ഈ കിടാരി പാർക്ക്? നമുക്കറിയാം, സംസ്ഥാനത്തെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകൾക്ക് നിരവധി പദ്ധതികളുണ്ട്. ക്ഷീരവികസന വകുപ്പിനാകട്ടെ പശുഗ്രാമവും മിൽക്ക് ഷെഡും പോലെയുള്ള പദ്ധതികളുണ്ട്. അവയ്ക്കൊക്കെയായി പൈക്കളെ കൊണ്ടുവരുന്നത് അന്യനാടുകളിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി, സേലം, ഒട്ടൻചിത്തിരം എന്നിവിടങ്ങളിൽ നിന്നാണ് മിക്ക പൈക്കളും കേരളത്തിലെത്തുക. തീറ്റക്രമത്തിന്റെ വ്യത്യാസം കൊണ്ടോ കാലാവസ്ഥയിലെ മാറ്റം കൊണ്ടോ എന്തോ പൈക്കൾ പലതും കേരളത്തിൽ ഉതകുന്നില്ല എന്ന് കർഷകർക്ക് അഭിപ്രായമുണ്ട്. അതിനെ മറികടക്കുവാനാണ് ഹീഫർ പാർക്ക്. നമ്മുടെ നാട്ടിൽ ജനിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വളർന്ന നല്ല കിടാരികളെ വളർത്തിയെടുത്താൽ അവയെ ഒന്നാം തരം പൈക്കളാക്കി മാറ്റാം. ഏറ്റവും ജനിതകമേന്മയുള്ള പൈക്കിടാങ്ങൾ അത്തരത്തിൽ വളർന്ന് ഒന്നാം തരം കറവയുള്ള പൈക്കളാകും. സംസ്ഥാനത്തെ ബീജസങ്കലനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഏജൻസി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡാണ്. ബോർഡിന്റെ ഉയർന്ന ജനിതകശേഷിയുള്ള ബീജമാത്രകളാണ് സംസ്ഥാനത്തെ മൃഗസംരക്ഷണ വകുപ്പ് വഴി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കർഷകരിൽ എത്തുന്നത്. അവയൊക്കെയും ഉരുക്കൾക്ക് ബീജാദാനം നടത്തുന്നതോടെ മികച്ച കിടാങ്ങൾ പിറന്നു വീഴും. തലമുറകളുടെ പാലുൽപാദന ശേഷി നോക്കിയാണ് ഒന്നാം തരം ഉരുക്കളെ സൃഷ്ടിക്കുന്ന മികച്ച കാളക്കുറ്റന്മാരെ ബോർഡ് തെരഞ്ഞെടുക്കുന്നത്. അവയിൽ നിന്ന് ഉരുവം കൊള്ളുന്ന കിടാങ്ങൾ മോശക്കാരാകാൻ വഴിയില്ല. അവരെ കേരള കാലാവസ്ഥയ്ക്ക് ഒത്ത രീതിയിൽ വളർത്തിയെടുക്കണം. അതിനായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന് നിരവധി പദ്ധതികളുണ്ട്. കന്നുകുട്ടി പരിപാലന പദ്ധതിയാണ് അതിൽ പ്രധാനം. പിറന്നു വീഴുന്ന പൈക്കിടാങ്ങളെ 4 മാസം മുതൽ 6 മാസം വരെയുള്ള കാലയളവിൽ ഇൻഷുർ ചെയ്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. തുടർന്ന് 32 മാസം വരെ പകുതി വിലയ്ക്ക് കാലിത്തീറ്റ നൽകുകയാണ് പദ്ധതി. അതല്ലെങ്കിൽ ആദ്യ പ്രസവം വരെ കാലിത്തീറ്റ നൽകും. അതിനായി മികച്ച കാലിത്തീറ്റ നൽകുന്ന ഏജൻസിയാകട്ടെ
കേരള ഫീഡ്സ് എന്ന പൊതുമേഖലാ സ്ഥാപനവും. പദ്ധതികൾക്കാകെ ആസൂത്രണവും മേൽനോട്ടവും വഹിക്കുന്നത് ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും. വിവിധ ഏജൻസികൾ ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഗുണവും ഫാമുകൾക്കുണ്ടാകും. നസീലയുടെ ഹീഫർ പാർക്ക് നോക്കൂ. 50ഓളം മികച്ച കിടാരികൾ ഇവിടെയുണ്ട്. പൈക്കൾ വേറെയും. ജേഴ്സിയും ഹോൾസ്റ്റെയിനും സുനന്ദിനിയുമൊക്കെയാണ് കിടാങ്ങൾ. ഓരോന്നിനെയും പ്രത്യേകം ജേഴ്സി എന്നോ ഹോൾസ്റ്റെയിൻ എന്നോ സുനന്ദിനി എന്നോ വേർതിരിക്കാനാവില്ലെങ്കിലും ജനിതക ചേരുവകളുടെ ഘടനയനുസരിച്ച് അവ ഏറിയും കുറഞ്ഞും ഇരിക്കും എന്ന് പറയാം. ഹോൾസ്റ്റെയിനാണ് ഇതിൽ താരം. മികച്ച ഫാമുകൾ തുടങ്ങുന്നവർ എപ്പോഴും ആശ്രയിക്കുന്നത് ഹോൾസ്റ്റെയിൻ പൈക്കളെ തന്നെ. കറുപ്പിന്റെയും വെള്ളയുടെയും അഴകുണ്ട് ഹോൾസ്റ്റെയിന്. അയർലൻഡുകാരാണെങ്കിലും കേരള കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയവർ കൂടിയാണ് അവർ. പാൽക്കൊഴുപ്പ് അല്പം കുറയുമെങ്കിലും സുദീർഘമായ കറവയാണ് ഹോൾസ്റ്റെയിൻ പൈക്കളുടെ മേന്മ. ഇംഗ്ലീഷ് ചാനലിൽ പിറവികൊണ്ട പൈക്കളാണ് ജേഴ്സി പൈക്കൾ. ചെമ്പൻ തവിടിന്റെ നിറവും കരിമിഴികളുമുള്ള ജേഴ്സി ആരുടെയും ഓമനകളാകും. കറവക്കാലം അല്പം കുറഞ്ഞാലും പാൽക്കൊഴുപ്പ് മുന്നിൽ നിൽക്കും. ഇവയ്ക്കിടയിലുള്ള ഒരു മിശ്രിതമാണ് സുനന്ദിനി. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിൽ പിറവികൊണ്ടവരാണ് സുനന്ദിനി പൈക്കൾ. കേരള കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ പൈക്കളുടെ ഒരു മിശ്രിതമാണ് സുനന്ദിനി. അങ്ങനെ കിടാരി പാർക്കിൽ ജേഴ്സിയും ഹോൾസ്റ്റെയിനും സുനന്ദിനിയുമൊക്കെ സസുഖം വാഴും. തെക്കൻ കേരളത്തിലെ ഏക കിടാരി പാർക്കായ കാമധേനു പാർക്കിൽ മികച്ച സൗകര്യങ്ങൾ കിടാരികൾക്കായി ഉണ്ട്. നിൽക്കാൻ ഉറച്ച കോൺക്രീറ്റ് തറകൾ, പരസ്പരം മുട്ടിയുരുമാതെ നിൽക്കുവാൻ സെപ്പറേറ്ററുകൾ, മുന്നിൽ തന്നെ വിശാലമായ തീറ്റത്തൊട്ടികൾ, വെയിലിന്റെ വീറിനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളുടെ മേൽക്കൂര, വായുപ്രവാഹത്തെ എങ്ങും തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള ക്രമീകരണം. വൃത്തിയും വെടിപ്പുമാണ് കിടാരി പാർക്കുകളുടെ പ്രത്യേകത. അതിനെ അങ്ങനെ തന്നെ സംരക്ഷിക്കുവാൻ നസീല വിയർപ്പൊഴുക്കുന്നുണ്ട്. മികച്ച കിടാരികളെന്നാൽ മികച്ച സംരക്ഷണം ആവശ്യപ്പെടുന്നവരാണ്. അവർക്ക് കൃത്യമായ തീറ്റ വേണം. കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റയാണ് കിടാരികൾക്ക് നൽകുക. പച്ചപ്പുല്ല് യഥേഷ്ടം ഉണ്ടുതാനും. എപ്പോഴും സമൃദ്ധമായി ശുദ്ധജലം നൽകുക എന്നത് കിടാരി പാർക്കിന്റെ മറ്റൊരു മേന്മയാണ്. തൊഴുത്ത് എപ്പോഴും വൃത്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ തൊഴുത്തിൽ വീഴുന്ന വളം അപ്പപ്പോൾ മാറ്റി ഉണക്കിയെടുക്കുവാൻ പ്രത്യേക സംവിധാനമുണ്ട്. ആകസ്മികമായ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ ഇൻഷുറൻസ് പരിരക്ഷ ഓരോ കിടാങ്ങൾക്കുമുണ്ട്. കമ്മലണിയിച്ച് അവരെയെല്ലാം അങ്ങനെ ഭദ്രമാക്കിയിരിക്കുന്നു. റബ്ബർ മരങ്ങൾ കുടവിരിക്കുന്ന ഇടത്താണ് കിടാരി പാർക്ക്. തണലും തണുപ്പും ആസ്വദിച്ച് അവർക്ക് നിൽക്കുവാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. കിടാരികളെ കൂടാതെ ഏതാനും പൈക്കളും കിടാരി പാർക്കിലുണ്ട്. ഹോൾസ്റ്റെയിൻ ഫ്രീസിയനും സുനന്ദിനിയും ജേഴ്സിയുമൊക്കെ അക്കൂട്ടത്തിലുണ്ട്. കിടാരികൾക്കും പൈക്കൾക്കുമൊക്കെ തീറ്റ ശേഖരിക്കുവാൻ പ്രത്യേക സ്റ്റോർ റൂമുണ്ട്. ഡ്രൈ സ്റ്റോർ റൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വൈക്കോൽ കെട്ടുകളും തീറ്റയുമൊക്കെ ശേഖരിക്കുന്നത് ഇവിടെ തന്നെ. കിടാരി പാർക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ നസീലയ്ക്ക് 1000 നാവുണ്ട്. ഹരിതം സുന്ദരത്തോട് നസീല പ്രതികരിച്ചു. കൊല്ലത്തെ കടയ്ക്കൽ ചാണപ്പാറ കാമധേനു ഹീഫർ പാർക്കിന്റെ നായിക നസീല നമ്മോടൊപ്പം ഉണ്ട്. നസീലയുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം നസീല. നമസ്കാരം സാർ. നസീല, ഇപ്പോൾ ഹീഫർ പാർക്ക് തുടങ്ങിയിട്ട് കുറേയധികം നാളായി. എത്രത്തോളം കിടാരികൾ കൊടുക്കാറായിട്ടുണ്ട്? 20-25ഓളം കൊടുക്കാറായി. അതിൽ 5 പേര് പ്രസവിച്ചു. ഇനിയും പ്രസവിക്കാറായി 7-8 പേരുണ്ട്. ശരിക്കും കൊടുക്കുമ്പോഴാണോ ഇതിൻ്റെ ലാഭം? കൊടുത്താലേ ലാഭമുള്ളൂ. അപ്പോൾ അതുവരെ ഇതിനെ തീറ്റിപ്പോറ്റുന്ന ചിലവ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കൊടുത്താൽ കിട്ടുന്ന ലാഭവുമായി കണക്ക് കൂട്ടുമ്പോൾ എങ്ങനെയുണ്ട്? കണക്ക് സാറേ, എനിക്ക് ഫസ്റ്റ് ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ കണക്ക് കൂട്ടിയിട്ടില്ല. അടുത്ത പ്രാവശ്യം എനിക്ക് 50 കൊടുക്കണം എന്ന് വെച്ചാൽ അതിനിപ്പോഴേ ഇതായി കൊടുക്കാതെ ഇരുന്ന് പാലിൻ്റെ ഇത് കൂട്ടി അടുത്തതിൻ്റെ കിടാരികളെയൊക്കെ കൂട്ടി റെഡിയാക്കി വരണമെന്നാണ്. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരുന്നതായിരുന്നു രോഗസാധ്യത ഏറുന്നു എന്ന് ഗവൺമെൻറ് കണക്കൂട്ടി. അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ വളർത്തി എടുത്ത കിടാരികളെ നല്ല പശുക്കളാക്കി കർഷകർക്ക് കൊടുക്കാം എന്നുള്ള ധാരണ വന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ സംരംഭം ഒരു വിജയമാണ്. വിജയകരം ആക്കണം എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന 10 കിടാരി പശുക്കളും ചത്തുപോയി. പിന്നെ എൻ്റെ വളർത്തിയ പശുക്കൾ തന്നെയാണ് ഇത് കിടാരി വളർത്തിയ രോഗങ്ങളോ പാലിൻ്റെ കണക്ക് നമുക്കറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്.
ഇപ്പോൾ കേരളത്തിൽ തന്നെ പിറന്നു വീഴുന്ന കിടാങ്ങൾ കേരളത്തിൽ തന്നെ വളർന്നു വരുമ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടും എന്നാണ് പറയുന്നത്. ശരിയാണ്? ശരിയാണ്, പൊരുത്തപ്പെടും. നമുക്കെല്ലാം എന്തൊക്കെ വന്നിട്ടുണ്ട്, എങ്ങനെയായിരിക്കും, അത് എത്ര ലിറ്റർ പാല് കിട്ടും, അതിൻ്റെ എല്ലാം കറക്റ്റ് നമുക്കറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ മക്കളെ പോലെയല്ലേ നമ്മൾ നോക്കുന്നത്. നസീല ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ഈ ഹീഫർ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടാരി പാർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? ജോലി ആദ്യം എല്ലാവരും മുഖത്ത് ചെന്ന് എല്ലാവരും നടന്നൊന്ന് നോക്കും. എല്ലാവരും അറിയാം, അവർക്ക് വരുമ്പോൾ അറിയാമോ നസീല വരുന്നത്? എല്ലാവരും ഇങ്ങനെ തലയെടുത്ത് നോക്കും. ഞാൻ ഹസ്ബൻഡ് കൂടെ ഹസ്ബൻഡ് ആ മുമ്പേ ഇറങ്ങുന്നത് നോക്കുമ്പോൾ അവർക്കറിയാം എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അവർക്ക് ചെല്ലപ്പോഴേ എണീക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. ഒരു ചെല്ലപ്പോഴേ അങ്ങ് ചാടി എണീക്കാൻ അങ്ങ് തുടങ്ങും. ഓരോരുത്തരായിട്ട് അങ്ങ് എണീറ്റ് തുടങ്ങും. അത് തന്നെയാണ് എണീറ്റ് അവർ ഇരുന്ന് പിന്നെ തറയെല്ലാം ഒന്ന് തൂത്തുവാരി അവരെ കുളിപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് വരുമ്പം തന്നെ ഒരു നേരം. തീറ്റ നമ്മൾ കേരള ഫീഡ്സിൻ്റെ മിടുക്കി അരിത്തവിട്, തേങ്ങാ പിണ്ണാക്ക്, പിന്നെ ഇഷ്ടംപോലെ പോച്ചയുണ്ട്, കച്ചിയും. എത്ര മണിക്കൂർ നസീല ഇതിനു വേണ്ടി പ്രവർത്തിക്കും? ഞാനും ഹസ്ബൻഡ് ഒരു 3 മണിക്കൂറെങ്കിലും. ഞാൻ മക്കളയച്ചതിന് ശേഷമേ ഞാൻ ഇതിനായിട്ട് അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. ഇറങ്ങിപ്പോയി നോക്കിയിട്ട് കയറി വന്നിട്ട് ഹസ്ബൻഡ് കൂടുതലും. അനുസരിക്കാത്ത കിടാങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും നല്ല മര്യാദയുള്ള മക്കളാണ്. എല്ലാവരും മര്യാദയുള്ള. ഒത്തിരി പേരൊക്കെ ഉണ്ട്. എല്ലാം 19-60 പേരായതുകൊണ്ട് എന്നാലും ഉണ്ട്, കുറച്ചെങ്കിലും ഒക്കെ ഉണ്ട്. ഞാൻ വളർത്തിയെടുത്ത കുട്ടികൾക്ക് എല്ലാം പേരുണ്ട്. ഈ സംരംഭം നടത്തിക്കൊണ്ടുപോകുമ്പോൾ ഇനി നസീലയുടെ അടുത്തൊരു സ്വപ്നം എന്താ? അടുത്ത സ്വപ്നം നമുക്ക് 100 പശുവാക്കി 10,000-200 ലിറ്റർ പാലൊഴിച്ച് നമ്മുടെ സംഘങ്ങൾ നിലനിർത്തുക. അടുത്തത് കഴിഞ്ഞ് എൻ്റെ മോള് വന്നിട്ട് നമുക്ക് പാലുൽപ്പന്നങ്ങളും ചെയ്യണം. ഇപ്പോൾ ഇത് ഈ മാസത്തിൽ ഇറങ്ങും അവൾ. പിന്നെ ഇത് ഞാനിപ്പോൾ മക്കളെ തന്നെ സ്കൂളിൽ കൊണ്ടുവന്ന് ഇത് കണ്ട് അവർ പഠിക്കണം. നമ്മൾ മരണപ്പെട്ടവർ അവർ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മുടെ തലമുറകൾ കൂടി പഠിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ മക്കളെ സ്കൂളിൽ പോലും വിടാതെ കൊണ്ടുവന്നത്. കിടാരി പാർക്കും മിൽഷെഡ് വികസന പദ്ധതിയും ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ കേരളത്തിലെ കർഷകർക്ക് നൽകുന്നത് ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പുമാണ്. കാലിവളർത്തൽ രംഗത്ത് കൂടുതൽ സാങ്കേതിക വിദ്യകൾ ആവിഷ്കരിക്കുവാൻ സർക്കാർ മുന്നിൽ തന്നെയുണ്ട്. ഇപ്പോഴുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ സാങ്കേതിക വിദ്യയുടെ സന്നിവേശം മതി. അതിനായി പ്രയോഗവും പ്രയോജനവും പ്രയോജനപ്പെടുത്തുന്ന ഡയറി നെക്സ്റ്റ് പരിപാടിയിലാണ് സർക്കാർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടത്തുവാൻ പോകുന്ന ഡയറി നെക്സ്റ്റ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൂടി ചാണപ്പാറയിൽ കണ്ടു. ക്ഷരമില്ലാത്ത അക്ഷരങ്ങൾക്ക് ക്ഷേത്രമൊരുക്കുന്ന ഒരു വായനശാല എന്താണ് ഇത്തരം പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് എന്ന് വായനശാലയുടെ പ്രസിഡന്റ് അനിൽ വിശദീകരിക്കുന്നത് കേൾക്കുക. ഡയറി നെക്സ്റ്റ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന സന്മാർഗദായിനി സ്മാരക വായനശാലയുടെ പ്രസിഡന്റും കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ ശ്രീ JC അനിൽ നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം ശ്രീ അനിൽ. നമസ്കാരം. സന്മാർഗദായിനി സ്മാരക വായനശാലയ്ക്ക് കാർഷിക മേഖലയുമായിട്ടുള്ള ബന്ധത്തിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യാനന്തരം 1948 സന്മാർഗദായിനി എന്ന ആശയം ഈ മേഖലയിൽ പിറവിയെടുക്കുന്നത്. ആ ആശയത്തിൻ്റെ അടിത്തറ ഇവിടുത്തെ കർഷകരുടെ അന്നത്തെ ഒരു കൂട്ടായ്മയുണ്ട്. അതിനവർ നൽകിയ പേരാണ് ഇന്നത്തെ പോലെ ഒരു ഫാർമേഴ്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കർഷക ഗ്രൂപ്പ്, അങ്ങനല്ല, സന്മാർഗദായിനി ഏകാദശി യോഗം. അപ്പോൾ ഈ ഏകാദശി യോഗത്തിൽ അംഗങ്ങളാരെന്ന് ചോദിച്ചാൽ നാട്ടിലെ ഗ്രാമീണ കർഷകരാണ്. അപ്പോൾ അവരുടെ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ അവർ ഈ ഏകാദശി യോഗത്തിൽ കൂടും. എന്നിട്ട് അവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്നത്തെ വിപണിയുടെ അന്നത്തെ രൂപം കൊണ്ടുവരും. അത് അവർ പരസ്പരം കൈമാറുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഏകാദശി യോഗം ഒരു സംഘടനാ രൂപത്തിൽ വളർന്നു വന്ന് അതിന് ഒരുപാട് കാലം പ്രവർത്തിക്കാൻ പറ്റാതെ വന്നപ്പോൾ പിന്നീടാണ് ലൈബ്രറി 1952 രൂപീകരിക്കുന്നത്. അത് പിന്നെ ഒരു ഗ്രാമപ്രദേശത്താണല്ലോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാർഷിക മേഖലയിലെ ഇടപെടലുകളിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഒരു സമീപനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആദ്യമേ ആലോചിച്ചു. അതുകൊണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് സന്മാർഗദായിനിയുടെ 1ാമത് കാർഷികോത്സവം ആരംഭിച്ചു. ആദ്യ കർഷകനെ ആദരിക്കുന്നത് ശ്രീ അബ്ദുൽ റഹ്മാൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന കർഷകനെയാണ്. അതുമുതൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി സന്മാർഗദായിനിയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഒരു അനുബന്ധ പ്രവൃത്തിയാണ് കാർഷിക ഉത്സവം. ഡയറി നെക്സ്റ്റ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചാണപ്പാറ സന്മാർഗദായിനി സ്മാരക വായനശാലയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. നിലവിളക്കിലേക്ക് അഗ്നി പകർന്ന് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ വായനശാലയുടെ പ്രസിഡന്റ് JC അനിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജമ്മയും കേരള ഫിഡ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ K ശ്രീകുമാറും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാജീവും ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ശാലിനിയും
ജില്ലാ ഓഫീസർ മഹേഷ് നാരായണനും ഒക്കെ സംബന്ധിച്ചു. ക്ഷീരസംഘം പ്രസിഡന്റുമാർ പ്രത്യേക അതിഥികളായി വന്നു. ക്ഷീരമേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്ന ഡയറി നെക്സ്റ്റ് പരിപാടി ഒരു പരിഹാരമാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഹരിതസുന്ദരത്തോട് മന്ത്രി പ്രതികരിച്ചു. ഡയറി നെക്സ്റ്റ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നടക്കുമ്പോൾ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം മാഡം. നമസ്കാരം. ഈ ഡയറി നെക്സ്റ്റ് പരിപാടി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മാതൃകാപരമായി നടപ്പിലാക്കും എന്ന് പ്രസംഗിച്ചു. അതെ. എങ്ങനെയാണ് നടപ്പിലാക്കുക? നമ്മൾ ഇത്തരത്തിൽ കർഷകരെ വിളിച്ചു ചേർക്കും. കർഷകരെ എന്ന് പറയുമ്പോൾ പശു വളർത്തുന്ന കർഷകരെ ആണ് ഞങ്ങൾ വിളിക്കുന്നത്. അവരെ വിളിച്ചിട്ട് എങ്ങനെയാണ് പശുക്കൾക്ക് തീറ്റ കൊടുക്കുക, തീറ്റ മാത്രമല്ല അതിൻ്റെ പരിപാലനം ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ വകുപ്പ് തന്നെ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്ത് നമ്മുടെ ഇത്തരത്തിലുള്ള കർഷകരെ ബോധവാന്മാരാക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഇന്ന് പല പശുക്കൾക്കും നിരവധിയായിട്ടുള്ള രോഗങ്ങളുണ്ട്. നമുക്ക് കൊടുക്കാൻ പാടില്ലാത്ത പല ഭക്ഷണങ്ങളും നമ്മുടെ ഇത്തരത്തിലുള്ള കാലികൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മരണസംഖ്യ പലയിടവും കൂടി വരുന്ന ഒരവസ്ഥ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംസ്ഥാനമൊട്ടാകെ നമ്മൾ നടപ്പിലാക്കണം എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മുടെ തൊടുപുഴയിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് മാഡം അവിടെ ചെല്ലുകയും അതോടൊപ്പം തന്നെ മാത്യു ബെന്നി എന്ന് പറഞ്ഞ കർഷകൻ, കുട്ടി കർഷകന് ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ്റിനായി പ്രഖ്യാപിക്കും. അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ, പ്രത്യേകിച്ചും കാലിത്തീറ്റയിൽ നിന്നുണ്ടായ ഒരു അപകടമാണ്. ഒരു കാലിത്തീറ്റ ബിൽ കൊണ്ടുവരുന്നു എന്ന് കേട്ടു. എന്താ അതിൻ്റെ സ്ഥിതി? നമ്മൾ കേരളത്തിൽ കാലിത്തീറ്റ ബില്ല് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് നമ്മുടെ ഇന്ത്യ എടുത്ത് പരിശോധിച്ചപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് 2 സംസ്ഥാനങ്ങളിലാണ് ഈ കാലിത്തീറ്റ, കോഴിത്തീറ്റ, ധാതുലവണ മിശ്രിതം ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ സംസ്ഥാനത്തൊക്കെ ഒന്ന് പോയി അതെങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളത് പരിശോധിച്ചു. ഇന്ത്യയിൽ പഞ്ചാബും അതോടൊപ്പം തന്നെ ആന്ധ്ര എന്ന് പറഞ്ഞ സംസ്ഥാനം, 2 സംസ്ഥാനങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഇതിനു വേണ്ടി തന്നെ ഒരു 14 MLA അടങ്ങുന്ന ഒരു സെലക്ട് കമ്മിറ്റി കേരളത്തിൽ സെലക്ട് ചെയ്തു. ആ കമ്മിറ്റിയാണ് ഞങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ പോവുകയും കേരളത്തിലെ മുഴുവൻ കർഷകരെ ഞങ്ങൾ വിളിച്ചു ചേർക്കുകയും ആ കർഷകരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയുകയും ഈ നയം എങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും, അത് കർഷകർക്ക് അനുരോധമായി അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത നിലയിൽ നടപ്പിലാക്കുവാൻ അവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലെയും ക്ഷീര കർഷകരുടെ യോഗങ്ങൾ ഞങ്ങൾ വിളിച്ചിരുന്നു. അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള സിറ്റിങ്സ് ആയിരുന്നു നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കി. കാരണം കേരളത്തിൽ നമുക്കറിയാം പല ഫീഡുകളും കഴിച്ച് പശുക്കൾ മരണപ്പെടുന്ന ഒരവസ്ഥ കേരളത്തിൽ എവിടെയും ഞങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞങ്ങളുടെ ഒരു 7 മാസത്തിന് മുമ്പ് കേരളത്തിലെ ഒരു ഫീഡ് കഴിച്ച് ഒട്ടനവധി പശുക്കൾ പല ജില്ലകളിലും മരണപ്പെട്ട ഒരവസ്ഥ ഞങ്ങൾ കണ്ടു. അന്ന് ഞങ്ങളിത് ഫീഡ് എന്താണ്, എങ്ങനെയാണ് ഇത് കൊടുത്തത്, എങ്ങനെ പശുക്കൾ മരണപ്പെട്ടു, അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ചെയ്തപ്പോൾ ഫീഡിനകത്ത് വന്ന കുഴപ്പമാണ് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ആ ഫീഡ് വളരെ പെട്ടെന്ന് ഞങ്ങൾ നിർത്തൽ ചെയ്യിച്ചു. നിങ്ങൾ ഇനി ഈ ഫീഡ് ഇപ്പോൾ ഇറക്കരുത്, അതിവിടെ തൽക്കാലം നിർത്തണമെന്ന് അവരോട് പറഞ്ഞു. പക്ഷേ ആ കർഷകർക്ക് ഇന്നും ഒരു ആനുകൂല്യവും കിട്ടാതെ അവർ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു ബില്ല് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നടപ്പിലാക്കണം, ഇവിടുത്തെ ക്ഷീര കർഷകരെ സഹായിക്കണം എന്ന തരത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിൻ്റെ ബേസിലാണ് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ നിയമസഭകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വിസിറ്റ് ചെയ്ത് ഏറ്റവും മെച്ചമായ നിലയ്ക്ക് കർഷകരെ ദ്രോഹിക്കാത്ത തരത്തിൽ കാലിത്തീറ്റയിലും കോഴിത്തീറ്റയിലും ധാതുലവണ മിശ്രിതവും ഏറ്റവും ഗുണമേന്മയുള്ള തീറ്റകൾ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ബില്ല് ഞങ്ങൾ കേരള നിയമസഭയിൽ പാസ്സാക്കി. ആ ബില്ല് കേരളത്തിൻ്റെ ഗവർണർക്ക് ഒപ്പിടാൻ വേണ്ടി വിട്ടു. കുറച്ച് കാലതാമസം വന്നെങ്കിലും അത് കർഷകരുടെ ഒരു ബില്ലാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ അത് ഒപ്പിട്ട് ഞങ്ങൾക്ക് തരികയും ചെയ്തു. കാർഷികോത്സവവും കാർഷിക വിപണനമേളയും കർഷക സെമിനാറും കർഷക അവാർഡ് ദാനവും കാർഷിക പ്രദർശനവും വിപണനമേളയും എല്ലാം ഒരുക്കിയാണ് ചാണപ്പാറ സന്മാർഗദായിനി സ്മാരക വായനശാല ഡയറി നെക്സ്റ്റ് പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയത്. ക്ഷീരമേഖലയുടെ അനുബന്ധ മേഖലയായ പുൽകൃഷി പ്രോത്സാഹിപ്പിക്കുവാനും നിരവധി പദ്ധതികൾ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് പ്രഖ്യാപിച്ചു. സാധ്യമായ ഇടത്തെല്ലാം പുൽകൃഷി ചെയ്താൽ കേരളത്തിലെ ക്ഷീരമേഖല മെച്ചപ്പെടും എന്ന് തന്നെയാണ് അർത്ഥം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഓരോ ഗ്രാമപഞ്ചായത്തിലും ആരംഭിക്കും. ക്ഷീരകർഷകർക്കായി നടന്ന സെമിനാർ അതൊക്കെ വിളംബരം ചെയ്യുന്നതായിരുന്നു. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് മാനേജർ ഡോക്ടർ അവിനാഷ് ക്ഷീരകർഷകർക്കായി ക്ലാസ് നയിച്ചു.
തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷീരകർഷകർക്കായിരുന്നു അറിവിന്റെ പ്രയോജനം കിട്ടിയത്. അത് വിജ്ഞാന വ്യാപന പ്രവർത്തനമാക്കി മറ്റ് കർഷകരിലേക്ക് പകരുവാനും ശ്രമമുണ്ട്. ഇടക്കാലത്തെ പ്രതിസന്ധിയിൽ നിന്നും ക്ഷീരമേഖല രക്ഷ നേടുവാനുള്ള ആണിക്കല്ല് കൂടിയാണ് ഡയറി നെക്സ്റ്റ് ലെവൽ 2 പ്രോഗ്രാം. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് ഏജൻസികളും ഒക്കെ ചേരുന്നതോടെ ശോഭനമായൊരു ഭാവി കേരളത്തിലെ ക്ഷീരമേഖലയ്ക്കുണ്ടാകും എന്ന് പ്രത്യാശിക്കാം. നിരവധി ഫാമുകൾ പണ്ടുണ്ടായിരുന്ന പല ഫാമുകൾ ഇന്നില്ല. പുതുതായി ധാരാളം സംരംഭകർ, പ്രവാസി മലയാളികൾ ധാരാളം പേര് ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് പല വാതിലുകൾ മുട്ടേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിനൊരു ഏകജാലക സംവിധാനം വേണ്ടി അത് നമ്മൾ ചെയ്യാം. കാരണം കേരളത്തിലെ ഗവൺമെൻറ് ഒരു വർഷം കൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ 1,40,000 അപ്പുറത്തേക്ക് പോയി. വ്യവസായ വകുപ്പ് യഥാർത്ഥത്തിൽ വ്യവസായ വകുപ്പിൻ്റെ അല്ല, കേരളത്തിലെ എല്ലാ വകുപ്പും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ജില്ലകളിൽ യുവജനങ്ങളുടെ വലിയ കൺവെൻഷൻ വിളിച്ചു. നമ്മുടെ കൊല്ലത്ത് തന്നെ വിളിച്ചപ്പോൾ 1000-ഓളം ആൾക്കാർ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞായിരുന്നു ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ബാങ്കിൽ ചെന്നാൽ ലോൺ കൊടുക്കാനുള്ള സംവിധാനം, ലോൺ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്ര പശുക്കളെ വളർത്താൻ പാടുള്ളൂ, അതിനുള്ള ലൈസൻസ് ഉൾപ്പെടെ വേണം എന്നുള്ള തരത്തിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് പഞ്ചായത്തുകൾക്ക് അതിനുള്ള അധികാരം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംരംഭകൻ നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ചാൽ അവർക്ക് ഏതൊക്കെ ലൈസൻസ് ഉൾപ്പെടെ വേണം അത് പഞ്ചായത്തുകൾ കൊടുക്കണം. അതിനുള്ള സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. വ്യവസായ വകുപ്പ് അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിലുള്ള സംരംഭകർ, നമ്മുടെ വകുപ്പിൽ തന്നെ ഒരുപാട് സംരംഭകർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പ്രവാസികളാണ്, ചിലപ്പോൾ കേരളത്തിൽ തന്നെ തൊഴിൽ ചെയ്യുവാൻ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് വരെ കഴിഞ്ഞ കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അവരെ സഹായിക്കും നമ്മൾ. അതുമാത്രമല്ല, ഈ ദേശീയ ഇപ്പം ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയുണ്ട്, രാഷ്ട്രീയ ഗോകുൽ മിഷൻ്റെ പദ്ധതിയുണ്ട്. അതുവഴി നമുക്ക് ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കാം. KLDB ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ആ നിലയിലും ചെയ്യും. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ അത് വലിയ സംരംഭങ്ങളാണ്. ചിലപ്പോൾ 100 പശു, ചിലപ്പോൾ 50 പശുവിൻ്റെ യൂണിറ്റൊക്കെയാണ്. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിലെ പൊതുസമൂഹത്തിനും അതോടൊപ്പം തന്നെ ക്ഷീര സംരംഭകർക്കും ആശാവഹമായ ചില ഉറപ്പുകളാണ് മന്ത്രി ചിഞ്ചുറാണി നൽകുന്നത്. മന്ത്രിയോട് ഹരിതസുന്ദരത്തിൻ്റെ സ്നേഹവും നന്ദിയും പങ്കുവയ്ക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ പാൽക്കുടങ്ങൾ നിറയ്ക്കുവാനായി നന്മ നിറഞ്ഞ ഒത്തിരി പദ്ധതികൾ സംസ്ഥാന സർക്കാരിനുണ്ട്. അവയ്ക്കെല്ലാം നേരാം ഭാവുകങ്ങൾ.